ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഫോർ ദ ഡാറ്റ. ഇപ്പോൾ എബൌട്ട് കഴിഞ്ഞിട്ട് മീഡിയൻ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ എബൌട്ടിന് ശേഷം വരുന്നതാണ് ആദ്യം കാണേണ്ടത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡാറ്റയുടെ മീഡിയൻ കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ. ഇതിപ്പോൾ ഇത് ഓൾറെഡി അസെൻഡിങ് ഓർഡറിലാണ് ഡാറ്റാസ്. 15, 21, 27 അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡറിലോട്ട് ആക്കണം. അപ്പോൾ നമ്മൾ ടേബിൾ വരയ്ക്കുക, XI എഴുതുക. XI എന്തൊക്കെയാണ്? 15, 21 അല്ലേ. 15, 21, 27, 30, 35. ഇതിൻ്റെ നേരെ ഫ്രീക്വൻസി എഴുതുക താഴേക്ക്. 3, 5, 6, 7, 8. മീഡിയം കാണണമെങ്കിൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മീഡിയം കാണാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വേണം, മറന്നു പോകരുത്. ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ മീഡിയം കാണണമെങ്കിൽ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വേണം. എങ്ങനെയാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി? CF കാണണമെന്ന് ഓർമ്മയുണ്ടോ? ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഒരു പ്രോബ്ലം. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണണമെങ്കിൽ ആദ്യത്തെ ഫ്രീക്വൻസി 3 ആണല്ലോ, അതുപോലെ തന്നെ എഴുതാം. എന്നിട്ട് ഈ കിട്ടിയ 3 ഉണ്ടല്ലോ, തൊട്ടടുത്ത ഫ്രീക്വൻസിയുടെ കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 + 5 8 ആയി. ഇത് തൊട്ടടുത്ത ഫ്രീക്വൻസി ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ 14 ആയി. ഇങ്ങനെ പോവാ. തൊട്ടടുത്തതായിട്ട് ആഡ് ചെയ്യുമ്പോൾ 21 കിട്ടി. തൊട്ടടുത്ത ആളായിട്ട് ആഡ് ചെയ്യുമ്പോൾ 29 കിട്ടി. ഇങ്ങനെ ആഡ് ചെയ്ത് പോവാ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നത്. ആ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ ലാസ്റ്റ് വരുന്ന നമ്പറില്ലേ 29, അത് ക്യാപിറ്റൽ N ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കോമിറ്റ് എഴുതുകയാണെങ്കിൽ ആകെ 29 ഒബ്സർവേഷൻസ് ഉണ്ടാവും. അപ്പോൾ മീഡിയം കാണുന്നത്, മീഡിയൻ ആണല്ലോ നമ്മൾ ആദ്യം കാണുന്നത്. അപ്പോൾ മീഡിയം കാണണമെങ്കിൽ ഇത് ഓടാണല്ലേ, 29 ഓടായതുകൊണ്ട് ഫോർമുല ഓർമ്മയുണ്ടോ? n+1/2th ഡാറ്റ. 2th ഡാറ്റയാണ് ആര്? മീഡിയൻ. n ഓടാണെങ്കിൽ n+1/2th ഡാറ്റ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 30/2 അല്ലേ. 30/2 എന്ന് പറയുമ്പോൾ 50th ഡാറ്റ ആണ് മീഡിയൻ. 15th ഡാറ്റ കാണണമെങ്കിൽ 15 എന്ന് പറഞ്ഞ നമ്പർ CFൽ ഉണ്ടോയെന്ന് നോക്കാം. 15 ഉണ്ടെങ്കിൽ അതിന് നേരെ വരുന്ന ഡാറ്റ എടുത്ത് എഴുതിയാൽ മീഡിയനായി. ഉണ്ടെങ്കിൽ 15 എന്ന് പറഞ്ഞ നമ്പർ പക്ഷെ ഇല്ല എങ്കിലും കുഴപ്പമില്ല. ഈ 15 എന്ന് പറഞ്ഞ നമ്പർ ഏത് 2 നമ്പറിന് അടുത്തടുത്താണ്? 15 എന്ന് പറയുന്ന നമ്പർ ഏത് 2 അഡ്ജസൻറ്റ് നമ്പറിന് ഇടയ്ക്കാണ്? CFൽ 15 എന്ന് പറഞ്ഞ നമ്പർ 14-നും 21-നും ഇടയ്ക്കാണ്. റൗണ്ട് ചെയ്യുക. റൗണ്ട് ചെയ്തിട്ട് താഴെ വരുന്നതിന് നേരെ വരുന്ന ഡാറ്റ അതങ്ങനെ ബൈ ഹാർട്ടാക്കി വെച്ചോളൂ. റൗണ്ട് ചെയ്തിട്ട് താഴെ വരുന്നതിന് നേരെ വരുന്ന ഡാറ്റ എടുത്ത് എഴുതാം. അപ്പോൾ താഴെ വരുന്ന 21 ആണ്, അതിന് നേരെ വരുന്ന ഡാറ്റ 30 ആണ്. അപ്പോൾ 30 ആണ് മീഡിയൻ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ മീഡിയൻ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ആണല്ലേ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഫോർമുല ഫ്രീക്വൻസി ഇല്ലാത്തപ്പോൾ ഉള്ള ഫോർമുല പഠിച്ചിട്ടുണ്ടല്ലോ. സിഗ്മ മോഡുലസ് XI - M/N ആയിരുന്നു ഫ്രീക്വൻസി ഇല്ലാത്ത സമയത്തുള്ള ഫോർമുല. ഫ്രീക്വൻസി ഉള്ള സമയത്തുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 2 മോഡിഫിക്കേഷൻ. സിഗ്മ കഴിഞ്ഞ ഉടനെ ഒരു F ഇൻസേർട്ട് ചെയ്യുക. അതൊന്ന്. സ്മോൾ ലെറ്ററിന് മാറ്റിയിട്ട് ക്യാപിറ്റൽ ലെറ്റർ N ആക്കാം. പിന്നെ എളുപ്പമായില്ലേ. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മോഡുലസ് XI - M വേണ്ടി ഒരു കോളം വേണമെന്ന് മനസ്സിലായി. മോഡുലസ് XI - M 30 അല്ലേ. അപ്പോൾ മോഡുലസ് XI - 30ക്ക് വേണ്ടി ഇവിടെ ഒരു കോളം വേണം. കണ്ടില്ലേ? മോഡുലസ് XI - M വേണ്ടി കോളം വരച്ചു. അപ്പോൾ XIക്ക് ഓരോരോ വാല്യൂസ് ഇട്ട് കൊടുക്കുക, 30-ന്ന് മൈനസ് ചെയ്യുക. ശരിയല്ലേ? അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ നോക്കിയേ, 15 - 30 15. നെഗറ്റീവ് സൈൻ എഴുതരുത്. 21 - 30 9.
27 മൈനസ് 33, 30 മൈനസ് 30 0, 35 മൈനസ് 35. ശരിയാണല്ലോ? ഇങ്ങനെ കിട്ടി. ഇനി എന്ത് ചെയ്യണം? FI ഇൻറ്റു XI മൈനസ് എമ്മിന് വേണ്ടി ഒരു കോളം കണ്ടില്ലേ? FI ഇൻറ്റു XI മൈനസ് എമ്മിന് വേണ്ടി ഒരു കോളം വേണം. എഫും XI മൈനസ് എം മൾട്ടിപ്ലൈ ചെയ്യുക. അതെ, ഈ രണ്ട് കോളംസ് തെറ്റിക്കാതെ മൾട്ടിപ്ലൈ ചെയ്യുക. കോളം മാറിപ്പോവരുത്. FI ഇൻറ്റു XI മൈനസ് എം ആണ്. 3 ഇൻറ്റു 15 45, 5 ഇൻറ്റു 9 45. ശരിയാണല്ലോ? പിന്നെ 6 ഇൻറ്റു 3 18, 7 ഇൻറ്റു 0 0, 8 ഇൻറ്റു 5 40. അപ്പോൾ FI ഇൻറ്റു XI മൈനസ് എം നമ്മൾ എഴുതി. സിഗ്മ വേണം. സിഗ്മ ഓഫ് FI ഇൻറ്റു XI മൈനസ് എം എന്ന് പറയുമ്പോൾ ഇതെല്ലാവരും കൂടി ആഡ് ചെയ്യണം. ഇതെല്ലാവരും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്യണ സ്റ്റെപ്പ് ഞാൻ പറയുന്നില്ല, 148 കിട്ടും. നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യുമ്പോൾ 148 കിട്ടും. അപ്പോൾ ഫോർമുല മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ സിഗ്മ FI ഇൻറ്റു XI മൈനസ് എം 148 ബൈ ക്യാപിറ്റൽ ലെറ്റർ N 29 ആണ്. ഇത് ഡിവിഷൻ ചെയ്ത് വരുമ്പോൾ 5.1 ആൻസർ കിട്ടും.